വെൽക്കം ടു ഡബ്ല്യു മീഡിയ. ഇന്ന് നമ്മോടൊപ്പം വന്നിരിക്കുന്നത് UAE പ്രശസ്ത ഫിലിം ഡയറക്ടറായ കൃഷ്ണ പ്രിയദർശൻ മേഡമാണ്. മേഡം, നമ്മുടെ ഡബ്ല്യു മീഡിയയിലേക്ക് സ്വാഗതം. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ ഫിലിം ഡയറക്ഷനും പിന്നെ UAE പ്രവാസ ജീവിതവും ജോലിയും എല്ലാം ആയിട്ട് ഒരുമിച്ച് പോവുകയാണല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? മെയിൻലി പറഞ്ഞ പോലെ നിങ്ങളെയൊക്കെ പോലെ ഞാനും UAE നമ്മൾ പ്രവാസിയാണ്. പക്ഷേ UAE ഇപ്പൊ സ്വന്തം നാട് പോലെയാണ്. എനിക്ക് തുടക്കത്തിൽ വരുമ്പോൾ എനിക്ക് അബുദാബിയിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. കാര്യം നമ്മുടെ നാട്ടുമ്പുറവും നമ്മുടെ എന്താ പറയാ പച്ചയിലയും അല്ലെ പൂക്കളും ഇതൊക്കെ കണ്ട് വളർന്നിട്ട് ഇവിടെ വരുമ്പോൾ ഒരു മരുഭൂമി ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഗ്രാജുവലി ഇപ്പൊ പല വർക്കുകളും ചെയ്ത് ഇപ്പൊ എനിക്ക് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ UAE ആണ് ഇഷ്ടം. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ഫിലിം റിലേറ്റഡ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ പോകണം. കാരണം ഞാൻ എടുക്കുന്ന ഭാഷ പോലിരിക്കും ഏത് സ്ഥലത്ത് നമുക്കത് പ്രയോജനപ്പെടും എന്നുള്ളത്. അപ്പൊ ഞാന് മലയാളമാണ്, നമ്മള് മദർ ടങ് എന്ന് പറഞ്ഞ മലയാളമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എടുക്കുമ്പോൾ ആദ്യം സംസാരിക്കാൻ മലയാളമായിരിക്കും വരിക അല്ലെ. ഇപ്പം കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് ഇവിടെയുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇംഗ്ലീഷാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും എഴുതാൻ ചിലപ്പോൾ എടുക്കുമ്പോൾ മലയാളമായിരിക്കും വരുന്നത്. അപ്പൊ എന്റെ ഭാഷയിൽ ഒരു സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു സിനിമ എടുക്കുന്നത്. അതാണ് ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി. അത് അനൂപ് മേനോനായിരുന്നു മെയിൻ സ്റ്റാർ. പിന്നെ UAE നിന്നും 52 ആർട്ടിസ്റ്റും കൂടെ ഉണ്ടാവും. ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം ചിലരൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അവരെയൊക്കെ അമച്വർ ആർട്ടിസ്റ്റുകളാണ്, അമച്വറാണ്. ഏതെങ്കിലും ഒരു സിനിമയിലോ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിലോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോ അഭിനയിച്ചാണ് അവരെല്ലാം വലിയ ആൾക്കാരാവുന്നില്ല. ഇപ്പം വലിയ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആദ്യത്തെ സിനിമ അമച്വറാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് കുറെ പേര് ഇവിടെ കളിയാക്കാറുണ്ട്. അപ്പൊ മെയിൻ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു എന്താ പറയാ, ഇവരെ ഒന്നും ആരും ഉൾപ്പെടുത്തത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് മറ്റുള്ളവർക്കൊരു സാഹചര്യം ഒരുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെ എന്നെ പുകഴ്ത്തി പറയാനൊന്നുമല്ല, ബട്ട് നമ്മള് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ എനിക്ക് ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ്. കാര്യം നമ്മൾ കുറെ ഷോർട്ട് ഫിലിംസ് ഞാൻ ചെയ്തു. അപ്പൊ അതിന് കുറെ അവാർഡ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സിനിമയിലേക്കുള്ള ഒരു എൻട്രി നമ്മൾ ആഗ്രഹിക്കും. അപ്പൊ ഞാൻ എൻ്റെ ലിറിക്സും കൊണ്ട് പാട്ടും ഒക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നു, സ്ക്രിപ്റ്റും ഒക്കെ കൊണ്ട് കുറച്ച് പേരെടുത്തൊക്കെ നടന്നു. ആ വകയിൽ എനിക്ക് അഭിനയിക്കാൻ കിട്ടി. ശങ്കറിന്റെ കൂടെ ഒരു കോളേജ് പ്രൊഫസറായിട്ട് ഞാൻ അഭിനയിച്ചു. അത് ചെയ്തു. അതിലെൻ്റെ ഒരു സോങ് ഒക്കെ എടുത്തു. അത് തന്നെയായിരുന്നു, ആ സോങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി പോയതും ചെയ്തൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സിനിമ പോലും റിലീസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരിക്കില്ല, നമ്മുടെ സോങ് ഒന്ന് റിലീസ് ചെയ്യണം, നമ്മളെ ചിത്രം ഒന്ന് റിലീസ് ആവണം എന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത ഒരു പ്രോജക്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി ദുബായിൽ നിന്നുള്ള ഒരു സാറ് പറഞ്ഞത്, ഞാൻ എൻ്റെ കൂടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞു നമുക്കൊരു സിനിമ ചെയ്യാൻ കൃഷ്ണ. അതിനെന്താ ഞാൻ റെഡി. അങ്ങനെ അപ്പൊ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് പുള്ളി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്ത് ആൾക്ക് ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിൾ തീമായിരിക്കണം, നമുക്ക് സമൂഹത്തിന് യൂസ്ഫുൾ ആയിരിക്കണം എന്നിട്ടാണ് ഫസ്റ്റ് ഫിലിം ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് പകുതി ഏകദേശം സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് പ്രൊഡ്യൂസർ എനിക്ക് നഷ്ടമാകും. പുള്ളി വരുന്നില്ല, വേറൊരു ഫിലിമിലേക്ക് ആള് പോയി. അപ്പൊ അങ്ങനെ വിഷമിച്ചിരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും വാക്കും കൊടുത്തു. അപ്പൊ ഞാൻ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഞങ്ങള് സിനിമ ഇറക്കുന്നു. അപ്പൊ ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി. അപ്പൊ എന്നെ ഇവിടെ അബുദാബിയാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ടാണ് സിനിമയുടെ പേരിൽ അബുദാബി കൊണ്ടുവന്നത്. അതെ. അതായത് അതിന്റെ കഥ എങ്ങനെയെന്നുണ്ടാല്, ഒരു മലയാളി ഒരു ശ്രീലങ്കക്കാരിയെ സ്നേഹിക്കുകയും, കാര്യം എനിക്ക് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ പകുതി മീൻസ് ഇവിടെ തന്നെ 3/4 ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ച് നമുക്ക് നാട്ടിൽ ഷൂട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ 15 ഡേയ്സ് ആയിട്ടാണ് നാട്ടിലും ഇവിടെയും കൂടെ ആയിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോറിക്ക് ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഇവിടെയുള്ള പ്രവാസികൾക്കും കൂടെ അഭിനയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഇവിടെയുള്ള ഷൂട്ടിലെല്ലാം അവരെയൊക്കെ ഉൾപ്പെടുത്തി ഷൂട്ട് ചെയ്തു. പിന്നെ നാട്ടിൽ പോയി അനൂപ് മേനോനും ടീമും ഒക്കെ അവിടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് സിനിമ ഇറക്കി. ശരിക്കും പറഞ്ഞാൽ ആദ്യം എനിക്ക് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ചിൽഡ്രൻസ് മൂവി, ഷോർട്ട് ഫിലിം അങ്ങനെ കുറെ ചെയ്തു. അപ്പൊ അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എന്താ ചെയ്യുന്നത്. അപ്പൊ തുടക്കത്തിൽ ഒരു ഡയറക്ഷനെ വെച്ചു, പക്ഷെ നമുക്കതുകൊണ്ട് ശരിയായില്ല, അവരുമായിട്ട് അങ്ങ് മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ തന്നെ അത് ഏറ്റെടുത്ത് എനിക്ക് തോന്നി കുറച്ചുകൂടെ ബെറ്റർ ഞാനാണെന്ന് എനിക്ക് തോന്നി അവരെയും കാളിലും. അപ്പൊ കാര്യം ഡെഡിക്കേഷൻ വേണം. നമുക്ക് നമ്മളുടെ പ്രോജക്റ്റ് ആകുമ്പോൾ നല്ല ഡെഡിക്കേഷൻ ഉണ്ടാവും. പക്ഷെ വേറൊരാൾ നമ്മുടെ പ്രോജക്റ്റ് ചെയ്തിട്ടുമ്പോൾ അവരെ സമയവും സന്ദർഭമായിരിക്കും അവര് കാണുന്നത്, നമ്മളോടൊപ്പം നിൽക്കത്തില്ല. കാര്യം നമുക്കിവിടെ ലൊക്കേഷൻ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. അത് സാധിക്കാതിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 5-6 ദിവസം കഴിയുമ്പോൾ ഒന്ന് പ്ലീസ് മാറിത്തരൂ, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. കാര്യം എന്റെ സ്ക്രിപ്റ്റ് അല്ലേ, പിന്നെ എനിക്കറിയാലോ എല്ലാ കാര്യങ്ങളും. അങ്ങനെ അത് ചെയ്തു. ഞാൻ അവരുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് നിന്ന് പഠിക്കാൻ വേണ്ടി നിന്നത്. പക്ഷെ എനിക്ക് തോന്നി അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടപ്പോൾ ഞാനങ്ങ് ചെയ്തു.
കാര്യം എന്റെ കൂടെയുള്ള വേറൊരു സാറും ഉണ്ട്, അവരൊക്കെ ഞങ്ങളുടെ കോ പാർട്ട്നേഴ്സ് ഒക്കെയാണ്. അപ്പൊ അവര് പറഞ്ഞു ഏറ്റെടുത്ത് ചെയ്തു, ഇത് കണ്ട ആളിന് ഈ ഒരു 3 മാസമായാലും തീരത്തില്ല. അങ്ങനെ ചെയ്ത് അതൊരു എക്സ്പീരിയൻസ് ആയി. നമ്മള് ഡയറക്ഷനിൽ വരുമ്പോ നമ്മൾ വിചാരിക്കുന്നതല്ല. ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് ഓക്കെ, യുനോ നമുക്ക് എത്ര ടൈമേ ഉള്ളൂ, 30 minutes ടൈം അല്ലെങ്കിൽ 20 minutes ടൈമിനുള്ളിൽ അതിനുള്ളിലുള്ള ഡബിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇത് 2 മണിക്കൂറുള്ള ഒരു ഫിലിം ചെയ്യുമ്പോൾ അത് ഫുൾ കവർ ചെയ്ത് വന്ന് അതിന് പിന്നെ ഡബിങ്ങിന് പോകുന്നു. ഇപ്പൊ ഡബിങ് മറ്റേതൊക്കെ തന്നെ ചെറിയ ഡബിങ് ചെയ്യും, അതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. പക്ഷെ ഇത് വലിയൊരു ലെവലിലേക്ക് പോകുമ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഡബിങ് ചെയ്യണം. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞൊരു ചലഞ്ച് ആയിരുന്നു എനിക്ക്. അപ്പൊ ഫസ്റ്റ് ഫിലിം എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി പോയി പഠിച്ച ഒരു രീതി അല്ലെ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഫിലിം എനിക്ക് എളുപ്പം തോന്നിയത് ഫസ്റ്റ് ഫിലിമാണ്, പക്ഷെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് ഫസ്റ്റ് ഫിലിമില്. സെക്കൻഡ് ഫിലിം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തുടങ്ങിയെങ്കിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പിന്നീട് എനിക്ക് ഭവിച്ചത് സെക്കൻഡ് ഫിലിമിലാണ്. അതെ അതെ, ഈ ഓണത്തിന് റിലീസ് ചെയ്യാൻ പോണ 14-ാം തീയതി, ഓഗസ്റ്റ് 14-ാം തീയതി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും സിനിമ ഇറങ്ങുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ളവർക്ക് തമിഴ് സിനിമയായിട്ടാണ്, കർണാടകയിലും തമിഴായിട്ടാണ്, കേരളത്തില് മലയാളമായിട്ട്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ നായകന്മാര് കൃഷ്ണപ്രസാദ് സാറുണ്ട്, ലതാദാസ് അറിയാലോ അല്ലെ, ലതാദാസ് ഒക്കെ അറിയോ, നമ്മളെ ദിലീപിന്റെ കൂടെ പ്രിൻസ് എന്ന മൂവിയില് അഭിനയിച്ചത് ലതാദാസ്. പിന്നെ നായകനൊക്കെ ശരിക്കും പറഞ്ഞ പുതുതാ, ഇപ്പൊ അവർക്കൊക്കെ കുറച്ച് സിനിമകൾ വേറെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സൗരവ് ശ്യാം, ശ്രുതി, അവർക്ക് ആദ്യപ്രസാദ് എന്നുള്ള മറ്റൊരു പേരും കൂടെ ഉണ്ട്. പിന്നെ കൈലാഷ് അഭിനയിച്ചിട്ടുണ്ട് സിനിമയില്. ജോബി ചേട്ടൻ, പഴയ കൊമേഡിയനൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ജോബി ചേട്ടൻ ഉണ്ട്. ഡോക്ടർ രജിത് കുമാർ, ബിഗ് ബോസിലൊക്കെ വന്ന ഡോക്ടർ രജിത് കുമാർ. പിന്നെ ആരൊക്കെയുണ്ട്, കുറെ പേരുണ്ട്. സുരേഷ് തിരുവല്ല, പുള്ളിക്കാരൻ അഭിനയിക്കുന്നുണ്ട്, ഡയറക്ടറാണ്. പിന്നെ നമ്മുടെ എന്താണ് റഫീഖ് ചൊക്ലി എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ്. പുള്ളി ഒരുപാട് സിനിമകൾ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പം ആളും നമ്മളുടെ ഫിലിമിലുണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നെ എന്റെ മകൻ അഭിനയിച്ചിട്ടുണ്ട്. അതെ, കൃഷ്ണപ്രസാദ് സാറിന്റെ ലതാദാസിന്റെയും മോനാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ക്യാരക്ടർ നെയിം ഇടണം എനിക്ക് തന്നെ തോന്നിയപ്പോ ക്യാരക്ടർ നെയിം ആയിട്ട് ഇട്ടേക്കുന്ന ഡുഡു എന്നാണ്. കാര്യം അവനെ ഞങ്ങള് വീട്ടില് എന്റെ ഹസ്ബൻഡ് വിളിക്കുന്ന ഡുഡു എന്നാണ്. അപ്പൊ അത് തന്നെ കിട്ടും. അപ്പൊ എല്ലാവർക്കും എളുപ്പമായിരുന്നു, ഡുഡു ഇങ്ങോട്ടിട്ടു ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് അതിന്റെ അകത്ത് അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഒരു രസമുണ്ടായിരുന്നു അതിന്റെ അകത്ത്. പിന്നെ ഒരു ഓളമായിരുന്നു. ഞാനും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ അകത്ത്. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാല് എവിടെയെങ്കിലും ക്യാരക്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും തപ്പുണ്ട്, ഞാൻ തന്നെ അങ്ങ് ചെയ്യും. അപ്പം യൂഷ്വലി ഇതിന്റെ അകത്തുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ ഒരു ഫിലിം ഡയറക്ടറായിട്ട് തന്നെ അതിന്റെ അകത്ത് അഭിനയിച്ചത്. അപ്പൊ എനിക്ക് പുറത്തുനിന്ന് ഒരാൾ എടുക്കണ്ടല്ലോ, ഞാൻ തന്നെ മതിയല്ലോ അഭിനയിക്കാൻ. ഡയറക്ടറായിട്ട് അഭിനയിച്ചത്. അതിനകത്ത് നമുക്ക് ലവ് സ്റ്റോറിയാണോ അതോ? ഇതൊരു ലവ് സ്റ്റോറി, റൊമാൻറ്റിക് സ്റ്റോറിയാണ്. റൊമാൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന റൊമാൻസ് സോങ്സ്, മെലഡീസ് ആയിട്ടുള്ള സോങ്സ് ഉണ്ട്. അത് കിളിമാനൂർ രാമവർമ്മ തമ്പുരാന്റെ എന്താ പറയുക സൃഷ്ടിയാണ്, മ്യൂസിക് ഡയറക്ഷൻ പുള്ളിയാണ്. അത് 2 സോങ്സ് അങ്ങനത്തെ തന്നെയാണ്. പിന്നെ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊണ്ടൊരു കാത്തിരിപ്പുണ്ട് അല്ലെ. പുതുതായിട്ടുള്ളവർക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് പുതുതായിട്ടുള്ള എന്താ പറയാ പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും ഒരു കാത്തിരിപ്പുണ്ട്. അതുപോലെ അല്ലെങ്കിൽ പ്രേമിക്കുന്നവർക്ക് ഒരു കാത്തിരിപ്പുണ്ട്. അയ്യോ ചേട്ടൻ വരും അല്ലെങ്കിൽ ഇന്നാള് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന, അങ്ങനെ ഒരു കാത്തിരിക്കുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഞങ്ങൾ ഇപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഹിറ്റ് ആവണം എന്നുള്ളതാണ്. ഹിറ്റ് ആവും എന്നുള്ള ആഗ്രഹവും ഹിറ്റ് ആവണേ എന്നുള്ള പ്രാർത്ഥനയും. അത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർത്ത് ഹിറ്റാക്കി തന്നെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സോങ് ഉണ്ട്, നിൻ അരികിൽ ഞാൻ എത്തും എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു സോങ്. പിന്നെ ആലി എന്ന് പറഞ്ഞ ടൈറ്റിലിന്റെ തന്നെ ടൈറ്റിൽ സോങ് അല്ല, പക്ഷെ ടൈറ്റിൽ വെച്ചിട്ടുള്ള സോങ്. അത് ഇതിന്റെ പ്രത്യേകത തന്നെ നമ്മളെ മൂവിയിലെ പ്രത്യേകത, ഈ സോങ് തന്നെ പല സമയത്തും അതിന്റെ അകത്ത് വരുന്നുണ്ട്. വേറെ കാര്യം ചെയ്യട്ടെ, ഈ ആലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മാഡം? ആലി തന്നെ മലയാളം വേർഡാണ്, അറിയോ? ഇല്ല, ആലി നമ്മള് പേര് കേട്ടിട്ടുണ്ട്, ആലി മറ്റേ അതല്ല, അലി മുഹമ്മദ് എന്നൊക്കെ ആയിരിക്കും. അതല്ല, ആലി മുഹമ്മദ് എന്നല്ല, ആലി ഇല്ല, അലി മുഹമ്മദ് അല്ലേ? ഇത് ആലി എന്നാണ്. ആലി തന്നെ ആലിപ്പഴം കേട്ടിട്ടില്ലേ? എന്താ ഹെയിൽ സ്റ്റോം അല്ലെ? തമിഴിലും ആലിമഴ എന്നാണ് അവർ പറയുന്നത്. അതായത് ഈ മറ്റേ എന്താണ് അതിനെ പറയുന്നത്, നമ്മൾ മലയാളത്തിൽ എന്താ പറയാ, ആലിപ്പഴം എന്നാണ് പറയുന്നത്. മറ്റേ ചെറിയ ഐസ് ക്യൂബ്സ് മേളിൽ നിന്ന് വന്ന് നമ്മള് നാച്ചുറലി വന്ന് വീഴുന്നതിനാണ് പറയുന്നത്. അപ്പൊ അതൊരു മഴയായിട്ടാണ് പറയുന്നത്. അതാണ് ആലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇതിന്റെ അകത്ത് നായികയുടെ പേരും അത് തന്നെയാണ്, ആലി എന്നാണ്. അങ്ങനെയാണ് ആ പേരിട്ടേക്കുന്നത്. ഞാനത് വെച്ചിട്ട് പാട്ട് എഴുതി. അപ്പം ഈ ഫിലിമില് 8 സോങ് ഉണ്ട്. ഈ 8 സോങ്ങും ഞാൻ തന്നെയാണ്
സൃഷ്ടി, രചന. പിന്നെ അതില് ഒരു സോങ് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ, അറബിക്. അതിൽ അറബിക് ആൻഡ് ഹിന്ദി സോങ്സ് ഉണ്ട്. അത് നമ്മൾ ഇവിടെ ഗൾഫിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ ഗൾഫിലുള്ള എന്താ പറയുക സംബന്ധങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ വിചാരിച്ചു ഒരു അറബിക് ടച്ച് കൊടുക്കാം എന്നുള്ള രീതിയിൽ. അറബിക്കിന്റെ കൂടെ കുറച്ച് ഹിന്ദിയും കൂടെ ചേർത്ത് നല്ലൊരു റൊമാൻറ്റിക് സോങ്ങും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ അറബിക് മാത്രം എനിക്കൊരു ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യം വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഒന്ന് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അവർ റെഡിയാക്കി തന്നു ഈ സിംഗർ. ഈ നമ്മുടെ സോങ് ഒക്കെ പാടിയിരിക്കുന്നത് നമ്മുടെ മലയാളത്തിലുള്ള, അതെ, മലയാളത്തിലെ കിളിമാനൂർ രാമവർമ്മ തമ്പുരാൻ തന്നെ 2 സോങ് പാടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ഞാൻ അറബിക്കാണ്, ഇവിടുത്തെ ഫേമസ് ഒരു ആർട്ടിസ്റ്റാണ് പാടിയിരിക്കുന്നത്, അറബിക് ആർട്ടിസ്റ്റ്. ഹിന്ദി വന്നിട്ട് സമ്പത്ത പാടിയിരിക്കുന്നത്. ഹിന്ദി അതിൻ്റെ അകത്തുണ്ട്. ഹിന്ദി ഞാൻ തന്നെയാണ് എഴുതിയ കേട്ടോ, ഹിന്ദി എനിക്ക് എഴുതാൻ അറിയാം. പിന്നെ നമ്മുടെ വേണുഗോപാൽ സാറിന്റെ മോൻ അരവിന്ദ് വേണുഗോപാൽ പാടിയിട്ടുണ്ട്, ശ്രദ്ധ പാർവതി, അങ്ങനെ ഇങ്ങനെ ഒട്ടുമിക്ക സരിതയൊക്കെ പിന്നണി ഗായികയാണ്, 2-3 ഫിലിമിൽ പാടിയതാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചേർത്ത് ഋതു കൃഷ്ണ പാടിയിട്ടുണ്ട്. അതായത് എനിക്ക് നവരസ ടീം ഒരു സോങ് ചെയ്തു തന്നിട്ടുണ്ട്. നവരസ ടീം എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ കുറച്ച് ഹെൽപ്പിന് വേണ്ടി നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാം. അപ്പൊ നവരസ ടീമിലെ ഡയറക്ടർ ഉണ്ട് പ്രിജുമാർ. അപ്പൊ പുള്ളീനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സോങ്ങിന്റെ അല്ല, ആക്ച്വലി ഞാൻ വിളിച്ചത് വേറെ 1-2 കാര്യങ്ങൾ സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ നവരസക്കാർക്ക് ഒരു സോങ് കിട്ടിയാൽ സന്തോഷമായിരിക്കണം. അപ്പൊ ഞാനൊരു സോങ് അവർക്ക് ഞാൻ എഴുതിയത് തന്നെ ഒരു അടിപൊളി തട്ടുപൊളിപ്പൻ സോങ് ഉണ്ട്. അപ്പൊ അത് അവർക്ക് കൊടുത്ത്, അപ്പൊ അവരുടെ RR ബ്രദേഴ്സ് ചേർന്നിട്ട് ചെയ്യുകയും, പിന്നെ അത് ഋതു കൃഷ്ണ, അതായത് ഏഷ്യാനെറ്റിലെ അവാർഡ് മേടിച്ച കുട്ടിയാണ്, ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിൽ വന്ന. അപ്പം ഋതു അതിൻ്റെ അകത്ത് പാടി, പിന്നെ ഹാഷിമും കൂടെ ചേർന്നിട്ട് പാടിയിട്ടുണ്ട് ആ സോങ്. അങ്ങനെ നല്ല നല്ല മീൻസ് ഒരു എന്താ പറയാ മുന്നോട്ട് വരണം, കലാപരമായിട്ട് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ പ്രവാസികൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പ്രവാസികൾ തന്നെ ഷാജി പുഷ്പാങ്കതൻ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു ശരിക്കും പേരിട്ടൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കെയർ ഓഫിലുള്ള കുറച്ച് പേരൊക്കെ വന്ന് നമ്മുടെ കൂടെ സഹകരിച്ചു. അദ്ദേഹത്തിന്റെ ചാനല് നമ്മളെ സഹായിച്ചു. പിന്നെ അങ്ങനെ അവരുടെ സ്റ്റാഫൊക്കെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതേ ഷാജി തന്നെ അഭിനയിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് പറയുമ്പോഴാണ് ഞാൻ പറയേണ്ടി വരും, ഇതിന്റെ അകത്ത് ഒരു ചെറിയ ത്രെഡ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സിന് എഗൻസ്റ്റ് ഉള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അവർ മെഡിക്കൽ, ഇപ്പൊ റൊമാൻസ് ആണെങ്കിൽ റൊമാൻസും ഉണ്ട്, പിന്നെ മെഡിക്കലി കുറച്ച് എങ്ങനെ ഫിറ്റ് ആവണം എന്ന് കൂടെ ചിന്തിക്കണം. അപ്പൊ അങ്ങനെ അപ്പൊ പേഷ്യൻസ് ഒന്നും ആവരുത് എന്നുള്ളതാണ്, എല്ലാവരും സിക്കാവരുത് ആരും. ആയിപ്പോയി കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതും കൂടെ പറയുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മള് ഇവിടെ തന്നെ കാര്യം പ്രവാസ ലോകത്തെ കുറിച്ച് ഞാൻ പറയാൻ ഇഷ്ടപ്പെടും. കാര്യം നമ്മുടെ കൂടെ കൊറിയോഗ്രാഫി, അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ ആരെ കൊണ്ട് കൊറിയോഗ്രാഫി ചെയ്യുന്നൊക്കെ ഞാൻ വിചാരിച്ചു. നാട്ടിൽ നമുക്ക് അതുൽ രാധാകൃഷ്ണൻ എന്ന പയ്യനാണ് ചെയ്തേക്കുന്നത് കൊറിയോഗ്രാഫി. അപ്പം സോങ്സ് കുറെ ഉണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് കല്യാണ സോങ് ഉണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഷാജിനെ വിളിച്ചു ചോദിച്ചു, ഷാജി എനിക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ കൊറിയോഗ്രാഫർ ആരെങ്കിലും കിട്ടണമെന്ന്. അപ്പൊ അങ്ങനെ എനിക്ക് സുനിത ടീച്ചർ തന്നെ ഇവിടെ ഷാർജയിലുള്ള ടീച്ചറിനെ എനിക്ക് പരിചയപ്പെടുത്തിയത്. ടീച്ചർ വന്നു മനോഹരമായിട്ട് നമുക്ക് സോങ് കൊറിയോഗ്രാഫി ചെയ്ത് തന്നു. അങ്ങനെ വന്നപ്പോ ഞാനിങ്ങനെ നോക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ അടുത്ത സീൻ ഞങ്ങൾക്ക് വരികയാണ്, പാട്ടിന്റെ സീൻ ചെയ്തു തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പെൺവീട്ട്, അതായത് പെണ്ണുങ്ങളായിട്ട് സൈഡിൽ നിൽക്കുന്ന ആൺവീട്ടുകാരുടെ കൂട്ടത്തില് പെണ്ണുങ്ങളില്ല. അപ്പം ഞാനും ഉണ്ട് കുറച്ച് അപ്പൊ ഞാൻ ടീച്ചർ 1-2 കുട്ടികളെ കൂടെ വെച്ചിട്ട് ടീച്ചർ ഇതൊന്നും ചെയ്താൽ എന്ത് ഭംഗിയായിട്ട്. അപ്പൊ ഞങ്ങളെ കൂടെ ടീച്ചർ അഭിനയിച്ചുകൊണ്ട് അത് തകർത്തങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചറും അതിനകത്ത് അഭിനയിച്ചു, അതെ, ഡാൻസും ചെയ്തു. അതെ, അത് മാത്രമല്ല അറബിക് സോങ്ങിന്റെ ഷൂട്ടിങ്ങിന് അപ്പൊ ഞാനിങ്ങനെ ടീച്ചറിന്റെ മോളുടെ ഡാൻസ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ആണ് അത് ഷൂട്ട് ചെയ്തത്. ആ സമയം ഞാൻ പറഞ്ഞ എനിക്കൊന്ന് ടീച്ചറിന്റെ മോളെ വിളിച്ചിട്ട് ആ ഡാൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവളും നന്നായിട്ട് ഭയങ്കര ഭംഗിയായിട്ടാണ് ഡാൻസ് ചെയ്തത്. അപ്പൊ നമ്മളുടെ ഇപ്പൊ UAE-യിലുള്ള കലാകാരന്മാർക്ക് ഒരു സാധ്യതയുള്ള സിനിമയാണ്. കാണാൻ മാത്രമല്ല ഇനിയും അടുത്തൊരു അവസരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളിത് കണ്ട് വിജയിപ്പിക്കണം. അപ്പോഴും ഞാൻ ഈ അടുത്ത സിനിമ ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വന്ന് കാണുന്ന സിനിമ ആലിന്നാണ്. ഇവിടുത്തെ പ്രവാസികൾ 6-7 പേര് അതിൻ്റെ അകത്ത് അല്ലാതെ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നു, നൃത്തം ചെയ്തിരിക്കുന്നു, ഒക്കെ പ്രവാസികളാണ്. മേഡം ദുബായിലേക്ക് എന്നാണ് എത്തിയത്? ഏത് വർഷമാണ്? അത് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അതെന്നെ കല്യാണം കഴിപ്പിച്ചോണ്ടാ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ വരാൻ, അല്ലെങ്കിൽ എനിക്ക് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നു. ഒരിക്കലും ഇല്ല. ഞാൻ നാട്ടിൽ തന്നെ സെറ്റിൽ ആയത്. കാര്യം എനിക്കിവിടെ നാട്ടിലെ വിമൻസ് കോളേജിൽ എനിക്ക് ലെക്ചറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ച കോളേജിൽ 7 വർഷത്തോളം ഞാൻ ആ കോളേജിലാണ് പഠിച്ചത്. അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ അവിടെ തന്നെ എനിക്കൊരു പ്രൊഫസർ ആവണം, അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. നമ്മളുടെ ഒരു പഠന രീതി അങ്ങനെയായിരുന്നു. PhD ഒക്കെ പോയതും ഒക്കെ അതുകൊണ്ടാണ്. അതുപോലെ ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജൂനിയർ JRF ആയിട്ട്, ജൂനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ സയന്റിസ്റ്റ്, ജൂനിയർ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു എന്റെ മേഖല. അതിന്റെ കൂടെ ഞാൻ ഒരു ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകും. സ്കൂള് മോണ്ടിസറി സ്കൂളില് ടീച്ചേഴ്സിന് ട്രെയിനിങ്ങിന് കൊടുക്കാൻ പോകും. അങ്ങനെയാണ് ഞാൻ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അവിടുന്ന് കുറെ പഠിച്ചു. പക്ഷെ അതൊക്കെ എനിക്ക് ഇപ്പൊ യൂസ്ഫുൾ ആയി. ഇവിടെ ഗൾഫിൽ വന്നപ്പോൾ യൂസ്ഫുൾ ആയി. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ 6 മാസം ലീവ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. കാര്യം എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഞാൻ ഈ ഒരു ഗൾഫിൽ തന്നെ കൺട്രിയിൽ എങ്ങനെ. അപ്പൊ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ദുബായിലാണ് വന്നത്. ദുബായിൽ വന്നിറങ്ങിയപ്പോ ഞാനിങ്ങനെ ഡ്രീം ചെയ്തു ഗൾഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ വന്നപ്പോ എന്താ എല്ലാം മലയാളിയാണ്. മറ്റേ 4 സ്റ്റോർ ബിൽഡിംഗ് ഒക്കെ ഞാൻ ചെന്ന സ്ഥലത്തൊക്കെ. എയർപോർട്ട് മാത്രം ഇറ്റ്സ് ഓക്കെ. അപ്പൊ എനിക്കിങ്ങോട്ട് ഇതേത് രാജ്യം, എനിക്കിതിപ്പോ കേരളത്തിലൊക്കെ പോയ ഒരു അവസ്ഥ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ പച്ചപ്പില്ല എന്നുള്ള ഒരു അവസ്ഥ മാത്രം. അത് കഴിഞ്ഞ ശേഷം പിന്നെ അബുദാബിയിലേക്ക് ഹസ്ബൻഡിനെ ഷിഫ്റ്റ് ആയി അബുദാബിയിൽ. അതല്ല ഹസ്ബൻഡിന്റെ പേരൻസിൽ അബുദാബിയിലാണ്. അങ്ങനെ ഞങ്ങൾ അബുദാബിയിൽ വന്നു. അബുദാബി വന്നപ്പോ എനിക്ക് ആ ഒരു ഫോറിൻ കൺട്രിയിൽ വന്ന ഒരു സുഖം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അബുദാബി തന്നെ സ്റ്റേ ചെയ്യാം, നേരെ ജോലി ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാനുള്ള വകുപ്പ് നോക്കുക. അങ്ങനെ എന്റെ ഹസ്ബൻഡ് വേറെ ജോലി നോക്കി ഞങ്ങൾ അബുദാബിയിൽ സെറ്റിൽഡ് ആയി. അപ്പൊ മേഡം ഇവിടെ ഏത് ജോലിക്കായിട്ടാ വന്നേ? ഏത് ജോലിക്ക് വന്നതല്ല, ഏത് ജോലിക്ക് എനിക്ക് ജോലി കിട്ടത്തില്ല. ഒരു കാലത്ത് എനിക്ക് ജോലി കിട്ടത്തില്ല. കാര്യം ഇപ്പോഴും കിട്ടത്തില്ല. കാര്യം ഞാൻ എന്റെ ഫീൽഡ് സയൻസ് ആണ്. സയൻസ് ഫീൽഡിൽ ഇവിടെ ജോലി കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഷാർജയില് +2 സ്കൂൾസിലെ ടീച്ചേഴ്സായിട്ട് അപ്ലൈ ചെയ്യാം. ടീച്ചറിന് അതായത് ഹോം സയൻസ് ഉള്ള സ്കൂളിൽ ന്യൂട്രീഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടും. കാര്യം ഞാൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആണ് സബ്ജക്ട് എടുത്തേക്കുന്നത്. അപ്പൊ ഞാനത് അപ്ലൈ ചെയ്തു. അവിടെ അപ്ലൈ ചെയ്ത് കിട്ടിയത് എനിക്ക് ഞാൻ അബുദാബിയിൽ മാറിക്കഴിഞ്ഞിട്ടാ. അപ്പൊ എനിക്ക് ഷാർജയിൽ ഒന്നും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അബുദാബിയിൽ ഞാൻ പല സ്കൂളുകളിലും പോയി. പക്ഷെ അവിടെയൊക്കെ എല്ലാം കമ്പ്യൂട്ടർ സയൻസിന് വളരെ കുറവ്. എന്നാലും സയൻസ് ഏതെങ്കിലും സബ്ജക്ട് കിട്ടിയാൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അങ്ങനെ പോയതാ. ഇപ്പം ബയോളജിയോ എന്തെങ്കിലും ആണെങ്കിലും പഠിപ്പിക്കാം എന്താണ്. പക്ഷെ ഞാൻ ഒരു സ്കൂളിൽ പോയിട്ട് ഇത് കൊടുത്തു, CV ഒക്കെ കൊടുത്തു. അവരുടെ വിൽ കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോ നല്ല ചൂടാ. കോട എടുക്കാൻ മറന്നേ. അതിന് ഞാൻ തിരിച്ച് അവിടെ ചെന്ന് കൊട എടുക്കാൻ ഞാൻ നോക്കുമ്പോ അവരാ സാധനം വായിച്ചിട്ട് ഇങ്ങനെ കീറി വേസ്റ്റ് ബിന്നിലോട്ട് ഇടുന്നതാണ് എന്റെ CV. അപ്പൊ എനിക്ക് ഒരു ഭയങ്കര ഷോക്കായി പോയി. കാര്യം അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ അങ്ങ് ഓവർ ക്വാളിഫൈഡ് ആയിപ്പോയി. അപ്പൊ ഒരു PhD ഒക്കെ കഴിഞ്ഞവരൊന്നും ഒരു സ്കൂളിലോട്ടൊന്നും എടുക്കുന്നില്ല. ഡിഗ്രിയും മറ്റേ അല്ലെങ്കിൽ മറ്റേ +2 വല്ലതും മനസ്സിലായി. BEd ഉള്ളവരും അത്ര എടുക്കത്തില്ലല്ലോ. എനിക്ക് പിന്നെ പ്രിൻസിപ്പൽ പോസ്റ്റിന് വരെ ഇരിക്കാനുള്ള യോഗ്യതയുണ്ട്. അപ്പൊ ഞാൻ ഏതെങ്കിലും കിട്ടിക്കോട്ടെ, ഇനി പ്രിൻസിപ്പൽ ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇരിക്കാന്നുള്ള രീതിയിൽ പോയതാ. പക്ഷെ അവരെടുത്തില്ല. അങ്ങനെ ഞാൻ തോന്നി ഇത് ആക്ച്വലി എന്നെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ജോലി അന്വേഷിച്ച് പോകുന്നില്ല. കാര്യം ഞാൻ അതിന്റെ ഇടയ്ക്ക് വേറെ കുറെ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലൊക്കെ കുറെ വർക്ക് ചെയ്തു. അത് എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ CV കൊടുത്തിട്ട് കിട്ടുന്നത്. അപ്പം അഡ്മിൻ ജോബ്സ് ഒക്കെ ചെയ്യും. പക്ഷെ 1 year കഴിയുമ്പോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. കാര്യം നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ ഡെഡിക്കേഷനോടെ ചെയ്യണം. എന്റെ ഏരിയ അല്ല. പക്ഷെ സ്റ്റിൽ മൾട്ടി ടാസ്കർ ആയിട്ട് ഞാൻ പഠിക്കും. പഠിച്ചതിന് ശേഷം കമ്പ്യൂട്ടറൊക്കെ പക്ഷെ നന്നായിട്ട് പഠിച്ചത് അങ്ങനെയാണ്. അവർ ട്രെയിനിങ് തരുന്നതായിട്ട് 30 days ട്രെയിനിങ്, ഞാൻ 15 days കൊണ്ട് തന്നെ റെഡി ആവും, വർക്ക് ചെയ്യും. പക്ഷെ എന്റെ മനസ്സിൽ ഒരു ഹാപ്പിനെസ് ഇല്ല. കാര്യം ഇവർ പറയുമ്പോഴെല്ലാം ഞാനിങ്ങനെ നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വയ്ക്കുന്ന സയൻസ് ആണ്. പക്ഷെ നേരെ പോകുന്ന ഏതാ കമ്പ്യൂട്ടറും അഡ്മിനും കുന്തം ഒന്നും നമ്മുടെ തലയിലുള്ളതല്ല, അക്കൗണ്ട്സും ഒക്കെയാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ പഠിച്ചു. കാര്യം ഞാൻ ദുബായിലായിരുന്നാലും ഗൾഫ് ന്യൂസിലാണ് വർക്ക് ചെയ്യുന്നത്. അത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡ്രാഫ്റ്റിംഗ് ഒക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പൊ അങ്ങനെ ടൈപ്പിംഗ് സ്പീഡൊക്കെ വന്നു. അതൊരു ഭയങ്കര കോമഡിയാണ്. കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഈ ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോയി ഇവിടെ. അന്ന് എനിക്ക് അറിയില്ല. എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഗൾഫ് ന്യൂസ് എവിടെയാണ്, ഞാൻ സെൽഫ് അപ്ലൈ ചെയ്തതാ. 1 മാസം വെറുതെ വീട്ടിൽ നിന്നപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ എനിക്ക് ജീവിക്കാൻ തന്നെ പറ്റില്ല. കാര്യം ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ ഞാൻ സെൽഫായിട്ട് അപ്ലൈ ചെയ്ത് എന്നെ അവര് വിളിച്ചു. ഞാൻ അങ്ങനെ പോവാണ്. പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. ഹസ്ബൻഡ് കൊണ്ടാക്കിയില്ല കേട്ടോ. ഹസ്ബൻഡ് രാവിലെ തന്നെ ഓഫീസിൽ പോയി. ചെന്നപ്പോ ഒരു ടാക്സി എടുക്കാൻ നോക്കി, കിട്ടിയില്ല. 1 മണിക്കൂർ ടാക്സിക്ക് ഒന്നും കിട്ടിയില്ല. പിന്നെ ഒരു ബസ്സിൽ ഒരു ഫ്രണ്ട് പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞ് നിങ്ങൾ ആ ബസ്സിൽ കയറി പൊക്കോന്ന്. ആ ബസ്സിൽ കയറി അവസാനം ഗൾഫ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ആകെ പറഞ്ഞിട്ടുണ്ട് ദൂരീന്ന് ഗൾഫ് ന്യൂസ് കാണാം. ഇന്ന് കാണാൻ പറ്റത്തില്ല ഗൾഫ് ന്യൂസ്. കാര്യം അന്ന് അത്രയും ബിൽഡിങ്സ് ഇല്ല. 20 years ബാക്കുള്ള കഥ ഞാൻ പറയാം. അങ്ങനെ നോക്കുമ്പോൾ ഗൾഫ് ന്യൂസ്. സമാധാനം. അങ്ങനെ അവിടെ ഇറങ്ങി ഇന്റർവ്യൂവിന് 1 മണിക്കൂർ ലേറ്റാ ഞാൻ. അവിടെ ചെന്ന് അവരെന്റെ അടുത്ത് പറഞ്ഞ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ടൈപ്പിംഗ് സ്പീഡും ഇല്ല, ഒന്നും അറിയില്ല. ടൈപ്പ് ചെയ്യും നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് അറിയില്ല. ഇവരെനിക്ക് കമ്പ്യൂട്ടർ വന്നിട്ട് ടൈപ്പ് എന്റെ MSc വർക്കൊക്കെ ഞാൻ തന്നെ സെൽഫാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ചെറിയൊരു സംഭവം അറിയാം. പിന്നെ കുറച്ച് ടൈപ്പിസ്റ്റെ കൂടെ നമ്മൾ ചെയ്യൂല. അപ്പൊ ഈ ഒരു ഇതിൽ കൊണ്ടുപോയി വെച്ചു. എനിക്കറിയില്ല എന്തൊരു ടൈപ്പിംഗ് സ്പീഡ് വേണമെന്നുള്ള. ഇവരിത് വെച്ചു. ഞാനിങ്ങനെ ഇതൊക്കെ ആക്കി അവസാനം തപ്പിത്തടഞ്ഞ് ഇതെല്ലാം ചെയ്യുന്നത് 1/2 മണിക്കൂർ. അപ്പൊ അവര് വന്നിട്ട് സേവ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞ ഇറ്റ്സ് ഫിനിഷ്ഡ് എന്ന്. ആ പുള്ളിക്കാരൻ വന്നത് നോക്കിയിട്ട് അങ്ങനെ ഇത് കിട്ടത്തില്ല. കാര്യം around 20 to 30 minutes എനിക്കും അറിയാൻ കിട്ടത്തില്ല.
അവസാനം എങ്ങനെ ഇതായിട്ട് യു ജസ്റ്റ് വെയിറ്റ് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്തിരിക്കുക. കുറച്ച് ഐ എം റിയലി സോറി, ഐ ഫോർഗോട്ട് ടു സേവ് ദാറ്റ്. കൊള്ളാലോ, ഒന്നുകൂടെ ചെയ്ത. അവിടെ ചെന്നപ്പോ എന്താ സംഭവം എന്നല്ലേ, എനിക്ക് അന്നൊരു സംഭവം ഇങ്ങനെ തന്നെ, ഏത് സാധനം വായിച്ചാൽ ഞാനത് മറക്കത്തില്ല. എനിക്കിതിനി വായിക്കണ്ട, സ്ക്രീനിൽ വരുന്നുണ്ടല്ലോ, സ്ക്രീൻ വായിക്കണ്ട, ഞാൻ നേരെ ഈ നമ്മുടെ കീബോർഡ് മാത്രം നോക്കിയിട്ട് ചക്കട്ടണ്ടെന്ന് വെച്ചിട്ട് ഒരു 7 മിനിറ്റിന് മുമ്പ് ഞാനത് ഫിനിഷ് ചെയ്ത് സർ ഫിനിഷ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അത് അപ്പൊ സേവ് ചെയ്തു. പുള്ളിക്ക് ആകെ ഒരു ഡൗട്ട്. അപ്പം ഈ പുള്ളിക്കകത്ത് നേരത്തെ ഇത്രയും സമയം എടുത്ത് അപ്പൊ ഞാൻ അപ്പൊ എന്നോട് വൈ ഡിഡ് യു ടേക്ക് ലോങ് ടൈം ഏർലി? ഞാൻ പറഞ്ഞു ബിക്കോസ് ദിസ് ഇസ് എ ന്യൂ കമ്പ്യൂട്ടർ, നോ ഐ ഡോണ്ട് നോ ഹൗ ടു യൂസ് ദാറ്റ്, ദാറ്റ്സ് വൈ. എനിക്ക് ഒട്ടനെ തന്നെ സെലക്ഷൻ കിട്ടി. എനിക്ക് ടൈപ്പിംഗ് അറിയില്ല, സത്യം നോക്കി അടിക്കാറ്, പക്ഷെ സ്ക്രീൻ നോക്കി അടിക്കാറൊന്നും അറിയില്ല. അങ്ങനെ എനിക്ക് സെലക്ഷൻ വന്നു. അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ പാസ്സായി. അത് പിന്നെ ഫേസ് ടു ഫേസ് ആണ്. അതിലെ പാസ്സായി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കായിരുന്നു. അങ്ങനെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ 1 month നല്ല സ്പീഡ് എനിക്ക് കേട്ടു. അങ്ങനെയാണ് ഞാൻ ജോലി കയറി. എനിക്കത് ശരി, പുള്ളിക്കാരൻ ഇപ്പോഴും അറിയത്തില്ല, ഇതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അറിയാം. കുഴപ്പമില്ല, അങ്ങനെ മഹാരാഷ്ട്രക്കാരൻ എന്തായാലും മലയാളം അറിയത്തില്ല. അങ്ങനെയാണ് ഫസ്റ്റ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു തിരിച്ചോണ്ട്, നിനക്ക് ജോലി കിട്ടത്തില്ല, നിനക്ക് കിട്ടും. എനിക്ക് ജോലി കിട്ടി, നിനക്ക് ടൈപ്പിംഗ് സ്പീഡ് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, പക്ഷെ എന്ത് ചെയ്യാനാ, അയാള് ശരിയാ പറഞ്ഞത്. ശരിക്കും നല്ല മെമ്മറി ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് തീർത്തു. അങ്ങനെ ഫസ്റ്റ് ജോബ് കിട്ടും. അപ്പൊ അങ്ങനെ പോയി. അത് ഏകദേശം എനിക്ക് 5-6 മാസമായപ്പോ ഞങ്ങൾ അബുദാബിയിലോട്ട് പോയി. ഇതൊന്നുമല്ല ഏറ്റവും അതിനൊക്കെ വലിയ കോമഡി ഡ്രസ് കേട്ടോ. ഞാൻ ഇവിടെ അഡ്മിൻ ജോബിന് ഒരിടത്തും വിളിച്ചു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് എനിക്ക് അഡ്മിൻ ജോബ് ഇഷ്ടമല്ല. പുള്ളി പറഞ്ഞു ഇവിടെ വേറെ ഒന്നുമില്ല നിനക്ക് ചെയ്യാനായിട്ട്, നീ പോയി പഠിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ ഇതാക്കി. കാര്യം അല്ലെ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോകുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ലീവിലാണല്ലോ വന്നത്. അപ്പൊ ഞാൻ നാട്ടിൽ പോയിക്കോളാം. അപ്പൊ പുള്ളി സമ്മതിക്കുന്നില്ല. അങ്ങനെ അവസാനം എന്നെ കൊണ്ട് എഴുതി ഒരു ഇന്റർവ്യൂവിന്. അപ്പൊ ഞാൻ പറഞ്ഞ ഹസ്ബൻഡിന്റെ കൂടെ വരും, എനിക്ക് ഇവിടെ നിന്ന് അറിയത്തില്ല. ഒരു പാകിസ്ഥാനി ഡയറക്ടറാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തത്. അങ്ങനെ പുള്ളി ഇരുന്ന് ഹസ്ബൻഡ് ഇരിപ്പുണ്ട്. എന്നിട്ട് എന്നോട് അഡ്മിനിസ്ട്രേഷന്റെ കുറേ ചോദ്യങ്ങൾ പുള്ളി ചോദിച്ചു. ഞാൻ അന്ന് എന്തൊക്കെയോ അഡ്മിനിസ്ട്രേഷന്റെ ഒരു കുറച്ച് ബുക്ക് മേടിച്ചു തന്നിരുന്നു. അത് വെച്ച് വായിച്ചിട്ട് പോയിട്ട് ഇതൊന്നും എനിക്ക് ആ പുള്ളി ചോദിക്കുന്നതും ഞാൻ പറയുന്നതിൽ ഒരു ബന്ധമില്ല. ഞാൻ ചിന്തിച്ചിട്ടൊന്നും ഞാൻ പക്ഷെ ഭയങ്കര സ്പീഡിൽ പറയാനുള്ളതൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ചോദിച്ചു യു നോ ഹൗ ടു ഡ്രോ ദ ചാർട്ട് ഓഫ് സംതിങ് എന്ത് ചോദിച്ചു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ദാറ്റ്സ് യു ഗിവ് മി ദ പേപ്പർ ഐ ഷോ യു. ഞാൻ 4 ഇതൊക്കെ വരച്ച് ഇങ്ങനെ കുറിച്ച് സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാസ് ടു ബി ഡൺ. അപ്പൊ പുള്ളി വാവ് ഗുഡ്, ഷീ ഈസ് സെലക്ടഡ്. എന്റെ ഹസ്ബൻഡിനോട് പറയാം ഷീ ഈസ് സെലക്ടഡ്. ഞങ്ങളെല്ലാം പിന്നെ ഓക്കെ സാലറി എല്ലാം പറഞ്ഞ് ഹാപ്പിയായി പുറത്തായിട്ട് എന്റെ ഹസ്ബൻഡിന്റെ മുഖത്തൊരു ചിരിയില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിന്റെ പേര് പ്രിയദർശൻ എന്നാണ്. പുറത്തിറങ്ങി എന്ത് പറ്റിയ അല്ല, ഞാൻ എനിക്ക് ഇപ്പോഴും മനസ്സിലാത്തൊരു കാര്യം, നീ പറഞ്ഞതൊന്നും അല്ലല്ലോ അതിന്റെ ആൻസർ. ഞാൻ പറഞ്ഞു ഞാൻ ചിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് അത് ഓർത്തിട്ടാട്ടോ. ഞാൻ പറഞ്ഞു അതെ അയാൾ ആ ഡയറക്ടർ ആണെങ്കിലും അയാൾ പൊട്ടനാ, അയാൾക്കൊന്നും അറിയത്തില്ല. അത് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് പറഞ്ഞാലും അത് ഇത്രയും കോൺഫിഡൻസോട് പറയുന്നുണ്ട്, അയാൾ അതാണ് ശരിയെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പൊ എന്നോട് ഇങ്ങനെയാണോ ഇന്റർവ്യൂ പാസ്സാവുന്നത്? ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ, ജോലി വേണം, ഞാൻ നാളെ പോവാം. അവിടെ പോയിട്ട് അവർ ട്രെയിനിങ് തരും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നീ എന്ത് ഈ ചാർട്ടൊക്കെ വരച്ച? ഞാൻ പറഞ്ഞു ഞാനൊരു ചാർട്ട് വരച്ച, ഞാൻ കോളം റോയല്ലേ വരച്ച് കാണിച്ചു. അയാൾക്ക് അതുപോലും അറിയത്തില്ലല്ലോ എക്സൽ ഷീറ്റിൽ എങ്ങനെ അത് വരച്ച് കാണിച്ചു. അപ്പൊ പുള്ളി ഹാപ്പിയായി, എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഞാൻ പക്ഷെ എനിക്ക് അവിടെ നിന്ന് ട്രെയിനിങ് തന്നു. അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ മൾട്ടിനാഷണൽ ഗ്രൂപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ വിവരം മനസ്സിലായല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്തു. അങ്ങനെ 1 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. കാര്യം ഇതൊന്നും എന്റെ ഏരിയ അല്ല, അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ മാത്രം കോമഡി ആയിട്ട് ഫീൽ എനിക്ക് ഫീൽ ചെയ്ത് എന്താ പറയാ, ഞാൻ പെട്ടെന്ന് പുള്ളിയുടെ ഫേസ് ഒക്കെ ഓർമ്മ വരും എനിക്ക്. നാട്ടിലെവിടാണ്? നാട്ടിലെ തിരുവനന്തപുരം. ഹസ്ബൻഡ് ഇവിടെ ADCB ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. മോനുണ്ട്. ഒരു മോനേ ഉള്ളൂ? ഒരു മോനെ. ഇനി ഭാവിയിലേക്കുള്ള പരിപാടി എന്താണ്? ഭാവിയില് ഇതാണ് ഫിലിം ഈ ഇപ്പൊ ആലി ചെയ്തോണ്ടിരിക്കുന്നത്. വേറെ 3rd പ്രോജക്റ്റിൽ ആക്ച്വലി സ്ക്രിപ്റ്റിംഗ് തയ്യാറായി. ഇപ്പൊ ആലി ഫിലിമിന്റെ നമ്മള് റിലീസിംഗ് നടക്കുന്നുണ്ട്. ആക്ച്വലി സ്ക്രിപ്റ്റിന് ഫൈനലാണ്, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും കഴിഞ്ഞു. അപ്പോ ഇനി അത് ഷൂട്ടിംഗ് ആണ്. ഞങ്ങൾ ആക്ച്വലി ജൂലൈ ഓഗസ്റ്റിൽ 3rd ഫിലിമിന്റെ ഷൂട്ടിംഗ്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മളെ 2nd ഫിലിം ഒന്ന് റിലീസ് ആയി കഴിഞ്ഞാൽ, ആക്ച്വലി നേരത്തെ റിലീസിങ്ങിന് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ അത് നടക്കാത്തത് കൊണ്ട് നമ്മളിപ്പോ റിലീസ് ആവുന്നു. അപ്പൊ അത് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത അവർക്ക് എന്റെ ദൈവമേ എന്നുള്ളതാണ്. ഏതായാലും പുതിയ സിനിമയുടെ പേരൊക്കെ പറഞ്ഞു, ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റിന്റെ പേര് പറഞ്ഞു. അത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ ഒരു ലേഡി ഡയറക്ടർ എന്ന നിലയിൽ ഈ ഫീൽഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരു ലേഡി ആയ ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ ബുദ്ധിമുട്ടിയില്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടിക്കും. അപ്പോ ഏറ്റവും കോമഡി ഞാൻ പറഞ്ഞുതരാം.
നമ്മളെ ഈ രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്, ടൈറ്റിൽ രജിസ്ട്രേഷൻ. ഞാൻ എന്റെ സ്ഥാപനം ഒന്നും പറയുന്നില്ല. അപ്പൊ അവർക്കൊരു നിർബന്ധമായ ഒരു സംഭവം ഉണ്ട്, വിമൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ. അപ്പൊ അവര് പറഞ്ഞു നിങ്ങള് സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടൊക്കെയാണ് രജിസ്ട്രേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, ഒരു കമ്മിറ്റി രൂപീകരിക്കും. ഞാൻ ചോദിച്ചു കമ്മിറ്റി, ശരി എന്തിനാണ് കമ്മിറ്റി? സ്ത്രീകൾക്ക് എഗൻസ്റ്റ് ഉള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ളതാണ് കമ്മിറ്റി. ഞാൻ പറഞ്ഞു അവിടെ ആകെ ഏക സ്ത്രീ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എന്ത് പ്രശ്നം 50 ആണുങ്ങളും ഒരു സ്ത്രീ ഞാനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവന് സ്ത്രീകൾക്ക് പ്രശ്നം എന്താ, എന്റെ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്യണം. ആര് വരും എന്ന് ചോദിച്ചു, നിങ്ങൾ വരുമെന്ന് ചോദിച്ചു. അപ്പൊ അവരുണ്ട് എന്നാ പിന്നെ കമ്മിറ്റി വേണ്ട, ശരി. അപ്പൊ ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടി ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് സ്ത്രീകൾക്ക് പീഡനത്തിന്റെ കാര്യയും ഇതൊക്കെ പറയാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ടാണ് സിനിമ എടുക്കേണ്ടത്. അപ്പം ശരിക്കും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നാട്ടില് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പം എങ്ങനെ ഒരു പരിപാടി നടത്താതിരിക്കാം എന്നുള്ള ഓർഗനൈസേഷൻ എനിക്ക് അതാലും മനസ്സിലായി. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. നമുക്കിപ്പോ അങ്ങനെയില്ല ഇവിടെ, അല്ലേ? നമ്മൾ കുറച്ച് ഫ്രീഡം ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. സ്പെഷ്യലി നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് നമ്മളെ അലൗ ചെയ്യുന്നുണ്ട് ജോലി ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എന്താണ് ജോലി, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആരെയും ദ്രോഹിക്കാത്തൊരു ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നാട്ടിലെ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അവർക്കാര്യം നല്ലൊരു കോഴ്സാണ് കേട്ടോ. അത് എനിക്ക് ഞാൻ പറഞ്ഞു, ഇപ്പൊ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവരെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ നാട്ടിലോട്ട് പോയി നിങ്ങൾ ചെയ്യണേ, ഒരു ബിസിനസ് ആണെങ്കിലും ഒരു സിനിമ ആണെങ്കിലും ചെയ്യുകയാണെങ്കിലും നിങ്ങളിത് പഠിക്കണം. എന്താണ് അപ്പൊ അതിനൊരു കോഴ്സ് ഇട്ടാലോ എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എങ്ങനെ ഒരാളെ ദ്രോഹിക്കാം, ഒന്ന് എങ്ങനെ ഒരാളെ ചതിക്കാം, എങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിക്കാം. സ്ത്രീകളാണെങ്കിൽ പറയണ്ട, അവര് 3 കാര്യങ്ങളിലാണ് കോൺസെൻട്രേറ്റ് മെയിൻലി. ഒന്നെങ്കിൽ മറ്റേ എന്തോ പരദൂഷണത്തില് എന്തെങ്കിലുമൊക്കെ ചെയ്യുക സ്ത്രീകളെ കുറിച്ചുള്ള. രണ്ടാമത്തെ ഇല്ലെങ്കിൽ അവരെ സെക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള തിങ്സിലേക്ക് കൊണ്ടുവരാം. മൂന്നാമത്തെ എന്ന് പറയുന്നത് വെള്ളം അടിക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെ ഈ 3 കാറ്റഗറിയിലുള്ളവരെ മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ. അപ്പൊ ഇതൊന്നും ഇല്ലാത്തവരെ കുറിച്ച് അവർ പിന്നെ ഇതാക്കുന്നതിന് ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞ് പരദൂഷണമല്ല, മീൻസ് അവരെന്നെ ക്രിയേറ്റ് ചെയ്യും. ഇവരിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ കുറിച്ചൊരു നമ്മളെങ്ങനെ നെഗറ്റീവിലേക്കാക്കി നമ്മളെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതിന്റെ പദ്ധതി അവരിടും. ഈ പദ്ധതി അവര് ഇട്ടു, എന്റെ കാര്യത്തിൽ ഇട്ടു. ഫസ്റ്റ് ഫിലിം കഴിഞ്ഞപ്പോ തന്നെ അവർ പദ്ധതി ഇട്ടു. എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ്, എന്റെ ഇപ്പൊ ഒരു ഫിലിമിന്റെ ഒരു ക്ലിപ്സ് ഇറങ്ങിയാൽ പോലും അതിന് ഒരുപാട് നെഗറ്റീവ് ഇടുമായിരുന്നു. നെഗറ്റീവ് ഇട്ട് എന്നെ തകർക്കാം എന്നുള്ള രീതിയിൽ കുറെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ചില മീഡിയാസിൽ പറഞ്ഞിട്ട് അതിന്റെ കുറെ പേര് ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടുണ്ട്, ഇത് കാണണം, അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് വിചാരമല്ലോ ഇനി ഇവര് എന്തായാലും പുറത്തോട്ട് വരത്തില്ല. ഞാനിത് കേൾക്കുമ്പോഴുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഹായ്, എന്നെ കുറിച്ച് ആരെങ്കിലും ഒക്കെ ചിന്തിച്ചല്ലോ, എന്നെ കുറിച്ച് ആരെങ്കിലും 2 വാക്ക് പറഞ്ഞല്ലോ. നെഗറ്റീവ് ആണെങ്കിൽ അവര് തോട്ടിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു തോട്ടിൽ നമ്മൾ ഉണ്ടാവുമ്പോൾ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തു, ഇല്ലേ? നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്, ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്. ചീത്ത പറയുന്ന ആൾക്കാരുടെ ഉദ്ദേശം എപ്പോഴും ഇങ്ങനെയാണ്, ഇവരെ ഒരാളെ വളർത്താതിരിക്കാൻ അവർ എന്തൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്ന പലരും ഈ ഫിലിം ഫീൽഡിലുള്ളവരൊക്കെ ഭയങ്കര വെള്ളോടിയ മീൻസ് കുടിക്കുക, പിന്നെ കഞ്ചാവ് ഇതാക്കുക, എന്നിട്ട് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുക. അപ്പൊ അവർക്ക് സ്ഥിരം പരിപാടിയാണ് ഇത് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചുള്ള ഇത് കേട്ട് ആസ്വദിക്കുകയാണ് ഞാനിത്. അപ്പൊ ഞാൻ കേൾക്കുമ്പോ ചിരിക്കും. ഞാൻ എന്നിട്ടൊരു കുറെ നേരം ചിരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അടുത്ത ആള് വന്നിട്ടുണ്ട് അങ്ങനെ. ഇപ്പം ആക്ച്വലി എന്റെ ചാനലിൽ പോലും ആരും വന്നിട്ട് ഒരു നെഗറ്റീവ് കമന്റ് അല്ല. നെഗറ്റീവ് കമന്റ് വന്നാൽ അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. എന്തിനാ, നമ്മൾ വായിച്ചു കഴിഞ്ഞു ആസ്വദിച്ചു മറ്റൊരാൾക്ക് വായിക്കാൻ ഇടേണ്ട കാര്യമില്ല, അതൊന്ന് ഡിലീറ്റ് ചെയ്യുക. അതെ. പക്ഷെ ഇപ്പൊ എനിക്ക് വരാറില്ല കേട്ടോ, കമന്റ്സേ വരാറില്ല. എനിക്ക് വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഞാൻ ആക്ച്വലി ഒരു കൊളോക്കിയമിന്റെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ പലത് പറഞ്ഞാലും ആരും കമന്റ്സ് ആയിട്ട് വരാറില്ല. നല്ല കമന്റ്സ് ഉള്ളവർ മാത്രം, അതായത് ഒറിജിനൽ നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രമാണ് അതിൽ കമന്റ്. അപ്പൊ നമ്മളെ അറിയുന്നവർ ഒരിക്കലും നമ്മളെ കുറിച്ച് മോശം പറയില്ല. അപ്പൊ നമ്മളെ വിളിച്ചിട്ട് പറയും. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി വിളിച്ചിട്ട് പറയും, കൃഷ്ണ ഇന്നത്തെ ആ ടോപ്പിക് അത് വേണ്ടിയിരുന്നില്ല കേട്ടോ, ഈ ടോപ്പിക്കിന് ഒരു വേറെ ടോപ്പിക് ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു. അങ്ങനെ നമുക്ക് സജഷൻസ് തരും. അത് അവർ കമന്റ് ബോക്സിൽ പോയിട്ട് വേണ്ടാത്ത എഴുതേണ്ട കാര്യമില്ല, ഇല്ലേ? അപ്പൊ നമ്മളെ കുറിച്ച് മോശം ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പൊ എന്തായി, അവർ നോക്കുമ്പോൾ ഞാൻ പുതിയ പുതിയ പരിപാടിയായിട്ട് മുന്നോട്ട് വരുന്നു. എനിക്ക് ഡിപ്രഷൻ ഒന്നും വരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ സിനിമ ഇറക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ഉണ്ടാവുന്നു. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും ഇവര് റിജക്ഷനിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അത്രയും എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് സഹിക്കാനും അത് ക്ഷമയോടെ കാത്തിരുന്ന് ബാക്കി ചെയ്യാനും പറ്റുള്ളൂ. ഒരു സിനിമ എടുക്കാൻ 6 മാസം മതി, പ്രോപ്പർലി ഇഫ് ഇറ്റ് ഗോസ്. എല്ലാ ടെക്നീഷ്യൻസും നമ്മുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ ഫേസിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ സമയം എടുക്കും. ഞാൻ ഇപ്രാവശ്യം സമയം എടുത്താണ് ഫസ്റ്റ് ഫിലിം 6 months ഫിനിഷ് ചെയ്തു. പക്ഷേ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ 6 months ഞാൻ റിലീസ് ചെയ്തു. ഈ സിനിമ ഞാൻ സമയമെടുത്ത് 2 years എടുത്തിട്ടാണ് ഞാൻ റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതിന് പിന്നെയും കുറെ കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടെന്നുള്ള, അതൊക്കെ സിനിമ റിലീസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എപ്പോഴെങ്കിലും സമയം ഉണ്ടെങ്കിൽ സംസാരിക്കാം. ലേഡി ഡയറക്ടർ എന്ന നിലയിൽ ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും ലേഡി ഡയറക്ടേഴ്സ് ഉണ്ടാവുമല്ലോ,
നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി ലേഡി ഡയറക്ടേഴ്സ് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഏതെങ്കിലും പുതുതായിട്ട് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ള ലേഡി ഡയറക്ടേഴ്സിനോടുമായിട്ട് മേഡത്തിന് പറയാനുള്ള എന്തെങ്കിലും ഒരു ഉപദേശം ഉണ്ടാവില്ല, അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഉപദേശം കിട്ടുമല്ലോ, അതെന്താണെന്ന് പറയാമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വർക്ക് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ ഡെഡിക്കേഷനോടെ ചെയ്യാം. ആ ഡെഡിക്കേഷൻ ഇത് ഈ ഫിലിം എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം അല്ല ഞാൻ പറയുന്നത്. ഷോർട്ട് ഫിലിം നമുക്ക് 30 മിനിറ്റിൽ തരും. അതായത് ചിലപ്പോൾ ചിലർ 1 ഡേയിൽ എടുക്കും, ചിലർ 5 ഡേയ്സിൽ എടുക്കും. അത് ഡിപ്പെൻഡ്സ് ആണ് അവർക്ക്. ചിലർ 10 ദിവസത്തിൽ എടുക്കുന്നവരുണ്ട് ഷോർട്ട് ഫിലിംസ്. കുറച്ച് പെർഫെക്ഷൻ വേണമെന്ന് പറയുമ്പോൾ 10 ദിവസത്തിൽ എടുക്കും. അല്ലെങ്കിൽ അവരുടെ ടൈമിംഗ് പ്രോബ്ലംസും ഉണ്ടായിരിക്കാം. എന്നാൽ ഈ 10 ദിവസം വർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ സീൻസ് കുറവാണ്. 10 ദിവസത്തിൽ എടുക്കുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ടൈമിന്റെ ഒരു ടൈം കൺസ്യൂം ചെയ്യാനുള്ള സെയിം ഡേയിൽ അവർക്ക് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ അല്ലെങ്കിൽ പെർഫെക്ഷന് വേണ്ടിയിട്ടായിരിക്കും അവർ 10 ഡേയ്സിൽ എടുക്കുന്നത്. യൂഷ്വലി ഒരു ഷോർട്ട് ഫിലിം 1 to 2 days മതിയാവും, അല്ലെങ്കിൽ 5 days. അപ്പം പക്ഷെ ഇത് വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് അത് തീർക്കാൻ പറ്റും. പക്ഷെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഏകദേശം 150 to 200 ടെക്നീഷ്യൻസ് ഉണ്ടാവും, എല്ലാവരും കൂടെ ചേർന്നിട്ട്. ഇതില് ഈ പറയുന്ന ഡയറക്ടർ ഇതെല്ലാവരും ഓർത്തു വയ്ക്കണം. ഒന്ന്, എവിടെയെങ്കിലും ഒരാളുടെ പേര് വിട്ടാൽ പോലും പ്രശ്നമാണ്. ഇപ്പം എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം പോസ്റ്ററിൽ വരുമ്പോൾ ചിലപ്പോൾ ഒരാളുടെ പേര് മിസ്സായെന്ന് വിചാരിക്കാം. നമ്മൾ പർപ്പസിൽ ചെയ്യുന്നില്ല, നമ്മൾ എല്ലാവരുടെ ഡീറ്റെയിൽസും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ടൈപ്പിങ്ങിലോ എന്തെങ്കിലും വന്ന് മാറിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു അസോസിയേറ്റോ അസിസ്റ്റന്റോ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ കണ്ണിലും പെട്ടെന്ന് വരില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ തന്നെ ഡയറക്ടർ നോക്കണം. ഇത് നോക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയും. ഇപ്രാവശ്യം എന്നോട് ഒരു ടീം പറഞ്ഞപ്പോൾ ഞാൻ നല്ല കട്ടയ്ക്ക് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ പേര് നോക്കിയിരിക്കുന്നതല്ല എന്റെ ജോലി എന്ന് പറഞ്ഞു. നിങ്ങളുടെ ജോലിയായിരുന്നു നിങ്ങൾ ഇത് എടുത്തു വെച്ചിട്ട് മാം എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിക്കണം. ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ഒരു അസിസ്റ്റന്റോ ഒരു അസോസിയേറ്റോ എന്നോട് ചോദിച്ചിട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വർക്ക് തരൂ, ആരും ചോദിച്ചില്ല. ആദ്യം അവരവരെ പൈസ ചോദിക്കുള്ളൂ. ഞാൻ 2 ദിവസം വേണേ വർക്ക് ചെയ്തതിന് എനിക്ക് ആ പൈസ തരുമെന്ന് ചോദിക്കും. അല്ലാതെ ഒരു ഫിലിം ഫീൽഡിലുള്ള ആരും ഫ്രീക്ക് പണി ചെയ്ത് തരില്ല. പക്ഷെ നമ്മൾ UAE ഇവിടെ പ്രവാസികള് ഫ്രീക്ക് ചെയ്തു കൊടുക്കും അല്ലെ. നമ്മളുടെ പ്രൊഫഷനിൽ നമ്മളത് ഡിമാൻഡ് ചെയ്ത് പൈസ മേടിക്കുമെങ്കിലും നമ്മൾ പാഷനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇനി നമ്മൾ പെയ്ഡ് ആണെങ്കിൽ പോലും അല്ലെ, ഇപ്പൊ നാട്ടിൽ പെയ്ഡ് ആണ്, നിങ്ങളെ 10 ദിവസത്തേക്ക് നമ്മൾ ബുക്ക് ചെയ്തു, എന്നിട്ട് 11ാമത്തെ ദിവസം നിങ്ങളോട് വർക്ക് ചെയ്യാൻ അവർ വർക്ക് ചെയ്യില്ല. അവർ രൂപ പോലും ഫ്രീ ആയിട്ട് നമുക്ക് തരത്തില്ല. അപ്പൊ 11ാമത്തെ ദിവസം നിങ്ങൾ പൈസ കൊടുത്താലേ അവർ വർക്ക് ചെയ്ത് തരുള്ളൂ. പക്ഷെ പ്രവാസികൾ അങ്ങനെയല്ല അല്ലെ. അപ്പൊ ഈ പറഞ്ഞ ഈ കോൺസെപ്റ്റ് ഒക്കെ ഞാൻ പറയുന്നത് എന്റെ കോൺസെപ്റ്റുകളാണ്. നമ്മള് മറ്റുള്ളവരെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് വർക്ക് ചെയ്താൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, പുരുഷന്മാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും, അവർ ചെയ്യും. സ്ത്രീകൾ എത്ര സ്ത്രീകളുണ്ട് ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്? അങ്ങനെ ഇല്ല അല്ലേ. സ്ത്രീകൾ ഒരു ഡയറക്ടറായ ഒറ്റയ്ക്കായിരിക്കും. ഒന്നെങ്കിൽ അവരെ ഭർത്താവ് കൂടെ ഉണ്ടാവണം, അല്ലെ ബ്രദർ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ അവരൊരു ടീമായിരിക്കണം. ടീമിന്റെ അകത്ത് ഇപ്പൊ സ്ത്രീകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ ആ ടീമിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ സഹകരിച്ചു പോകുന്നവരായിരിക്കണം അങ്ങനെ നിന്ന് പോകാൻ. അപ്പൊ എത്ര പേര് ഡയറക്ടേഴ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അഞ്ജലി മേനോനുണ്ട്, പിന്നെ ഗീതു മോഹൻദാസ് ഇപ്പം കേരളത്തിലല്ല, പോയി വേറെ അഞ്ജലി മേനോൻ ഉൾപ്പെടെ ബോംബെയിലായിരുന്നു ചെയ്യുന്ന ഡയറക്ഷൻ ചെയ്യുന്ന. ഇപ്പൊ എന്തുകൊണ്ടാ ഞാൻ അബുദാബിയിൽ നിന്ന് ഡയറക്ട് ചെയ്ത് കേരളക്കാരെ ഒരു ഡയറക്ടറും പുതുതായിട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. വന്നാൽ പോലും കൂടിപ്പോയ ഫസ്റ്റ് സിനിമ ചെയ്ത് സെക്കൻഡ് സിനിമയിൽ അവരെ വീട്ടിൽ ഇരുത്തിക്കും, അല്ലെങ്കിൽ നാടുകടത്തും. അത് സർട്ടൻലി സത്യമായ ഒരു കാര്യമാണ്. പിന്നെ ഇതെല്ലാം തരണം ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരദൂഷണം തരണം ചെയ്യണം. കാര്യം നെഗറ്റീവ് ഫോഴ്സസ് ഇഷ്ടംപോലെ അവര് അപ്ലൈ ചെയ്യും. സെക്കൻഡ്ലി സെക്സ് റിലേറ്റഡ് തിങ്സ് അത് തരണം ചെയ്യണം. പിന്നെ തേർഡ് എന്ന് പറയുന്നത് ലിക്വർ ഓർ മയക്കുമരുന്ന്, ഈ സാധനങ്ങളെ. അപ്പൊ ഇതിലൊന്നും പെടാതെ, ഈ ഗ്രൂപ്പിലൊന്നും പെടാതെ ഒരു ലേഡി ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്നുള്ളത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും. അല്ല നിങ്ങൾ ഒരു സിനിമ കൊണ്ട് നിങ്ങൾക്ക് നിർത്തേണ്ടി വരും. 2ാമതും 3ാമതും ഒക്കെ നിങ്ങൾക്ക് സിനിമ എടുക്കാനായിട്ട് മിക്കവാറും സാധ്യതയില്ല. ഒരു പടയും പട്ടാളവും ഒക്കെ നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങളായിട്ട് എന്താ പറയാ നല്ല അമ്പും വില്ലും ഒക്കെ ആയിട്ട് വന്ന് കുത്തി ഒരു പരുവാക്കും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നെ കാണുമ്പോൾ തന്നെ ആക്ച്വലി ഇപ്പൊ ബോഡി ഷേമിങ് ഇഷ്ടംപോലെ പേര് ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ട്. അത് ചോദിച്ചില്ല, എനിക്കൊരു നല്ല ചോദ്യം ചോദിച്ചിട്ടില്ല. ബോഡി ഷേമിങ്ങിന്റെ കാരണം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് അവര് വന്നിട്ട് ഇവര് ഡയറക്ടറാ ചിരിച്ചിട്ടുണ്ട്. ഞാന് എന്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ വളരെ സ്ലിം ആയിരുന്നപ്പോൾ ഓടി നടന്നു. ഇപ്പോഴും ഞാൻ ഓടി നടക്കുന്നുണ്ട്. കൈവെങ്കിലും കാലുവെങ്കിലും കാല് വയ്യാതെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒറ്റ കാലിൽ നിന്ന് നടന്നു പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇവര് കളിയാക്കുന്നുണ്ട്. ഇവർക്ക് വേറെ പണിയുന്നില്ല, ഇവർക്ക് അവിടെ ഞാൻ ഇരുന്നവര് ഡയറക്ടറായിട്ട് കിടക്കുക. ഇവരാവശ്യപ്പെടുന്നത് നമ്മുടെ പൈസ. നിങ്ങൾ പൈസ ഒന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തരാം, ഞങ്ങൾ ഡയറക്ട് ചെയ്ത് തരാം. അതല്ല എന്റെ പാഷൻ. ഞാൻ ചെയ്യുന്ന ഒരു വർക്ക് നന്നായി ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡോടെ എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല.
സ്പെഷ്യലി ഞാൻ ഇതിൻ്റെ അകത്തെ ലിറിക്സ്, സ്ക്രീൻ പ്ലേ, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡയറക്ഷൻ, സബ് ടൈറ്റിൽ ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. ഈവൻ സ്ക്രിപ്റ്റ് പോലും ഇംഗ്ലീഷിൽ ചെയ്തിട്ടാണ് വന്നത്. ഇതിനൊക്കെ ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ വെക്കും. ഞാനതൊന്നും വെക്കാറില്ല. കാര്യം ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും വേറൊന്നായി മാറാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ SRT ഫയലിൽ പോലും ചില സമയത്ത് മാറ്റം വരുത്തി ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. ഇപ്പൊ എന്നെ പറ്റിക്കാതിരിക്കാൻ ഞാൻ എഡിറ്റിംഗ് വരെ പഠിച്ചു. അതുകൊണ്ട് ഇനി അതില് കയറി ചിലർ പറയും കേട്ടോ, ക്യാമറമാൻ, നമുക്കിപ്പോൾ ക്യാമറമാൻസ് എല്ലാം മെന്നാണല്ലോ, ക്യാമറ മെന്നാണ്, ക്യാമറ വുമൻ. ആക്ച്വലി എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കൈരളി TV വർക്ക് ചെയ്യുമ്പോൾ എന്റെ ക്യാമറ അനുപമ തന്നെ ഒരു ലേഡിയാണ് ചെയ്തത്. പുള്ളിക്കാരൻ പ്രസ് ക്ലബിലെ സെക്രട്ടറി ഒക്കെയാണ്. അപ്പൊ ഞാൻ പിന്നീട് അനുപമയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഞങ്ങൾ ലേഡീസ് ടീമായിരുന്നു. എന്റെ പ്രൊഡ്യൂസർ ലേഡിയായിരുന്നു കൈരളി വരയ്ക്കുമ്പോൾ. എനിക്ക് അവിടെ നിന്ന് പറഞ്ഞ ഒരു ശരിക്കും പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു സംഭവം ഇപ്പോഴും ഓർമ്മ വരുന്നത്. ഞാൻ ചോദിക്കും ചെല്ലുമ്പോൾ എങ്ങനെയാ എങ്ങനെ നിന്ന് പോകാൻ പറ്റുമോ ഇവിടെ എന്ന് ചോദിക്കും. അപ്പൊ പുള്ളിക്കാരത്തി, നമ്മളായിട്ട് നിന്നാൽ നമ്മളെ ആരും ദ്രോഹിക്കാൻ വരില്ല. അങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ കൈരളി ഈസ് എ ബെസ്റ്റ് ചാനൽ. ഞാൻ പറയും, ഞാൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്കത് ബെസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ള. കാരണം അവിടെ ഒരു മീൻസ് ഒരു മെൻ അതോറിറ്റി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ലേഡീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും എന്റെ ഇപ്പൊ ഡയറക്ഷനിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു വിമന്റെ കൂടെ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഒരു വിമന്റെ കൂടെ, എന്റെ പ്രൊഡ്യൂസർ വിമൻ ആയിരുന്നു, പുള്ളിക്കാരത്തി തന്നെയാണ് ഡയറക്ട് ചെയ്തിരുന്നത് അന്നത്തെ ഷോ. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ആങ്കർ ആയിരുന്നു. പിന്നെ എന്നോട് ചോദിക്കും, തനിയെ ചെയ്യാൻ പറ്റില്ലേ, തനിയെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ ഓക്കെ ചെയ്യാം. എന്റെ ക്യാമറമാൻ എന്ന് പറയുന്ന ലേഡി ആയിരുന്നു. അപ്പൊ ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. അന്ന് എഡിറ്റർ മാത്രമാണ് മെൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ആ സ്ഥലത്ത് പോയി നിക്കത്ത് മാത്രമേ ഉള്ളൂ, വേറൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഇപ്പൊ മെൻ വരും, അവർ പറയും എഡിറ്റിംഗിൽ അങ്ങനെ പ്രശ്നം വരും. ഞാനിപ്പോ എഡിറ്റിംഗ് പഠിച്ചോ മനസ്സിലായി, ഈ പറഞ്ഞ സംഭവമൊന്നുമില്ല. ക്യാമറ എങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഫ്രെയിമും ഇത് ആംഗിളും ഒക്കെ കറക്റ്റ് ആയിരുന്നാൽ മാത്രം മതി. അപ്പൊ ഇത് ഒന്നുകിൽ നമ്മളത് കുറച്ചെങ്കിലും നമ്മൾ അറിവ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതൊന്നും ഒരു ഡയറക്ടർ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരിതെല്ലാം പറയും, ഇതിന്റെ ആംഗിളിന്റെ ഇതും ലെൻസിന്റെ നമ്പറും ഒക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ ആക്കാനൊക്കെ നോക്കും. പക്ഷെ നമ്മളൊരു ചെറിയൊരു ഐഡിയ നമുക്ക് സെൽഫ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇംഗ്ലീഷ് മൂവീസ് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവര് നമ്മളെ തെറ്റിദ്ധരിക്കും, നമുക്കൊന്നും അറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ലേഡീസ് ആവുമ്പോൾ ഒന്നും അറിയത്തില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോ ഞാൻ അവരോടൊക്കെ പറയുന്നത് തന്നെ അതൊരു മിഥ്യാധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ ഏത് പുരുഷനേക്കാളിലും മുന്നേ നിന്ന് പണി കൂടുതൽ എടുക്കാൻ കഴിയുന്ന ഒരു കഴിവ് സ്ത്രീക്കാണുള്ളത്. പിന്നെ ബയോളജിക്കലി ഡിഫറെന്റ് ആണ്, പുരുഷന്റെ സ്ട്രെങ്ത് അല്ല സ്ത്രീക്കുള്ള. പക്ഷെ മെന്റൽ സ്ട്രെങ്ത് ലേഡീസിനാണ് കൂടുതൽ, പുരുഷന്മാർക്കല്ല. അത് ഞാൻ എവിടെ ആയാലും പറയും. ഫിസിക്കലി മേ ബി ദേ ആർ മോർ സ്ട്രോങ്, പക്ഷെ മെന്റലി സ്ട്രോങ് വിമനാണ്. നമ്മൾക്ക് വിഷമം വന്നാൽ പോലും നമുക്കത് ഓവർകം ചെയ്ത് നമുക്ക് അടുത്ത ലെവലിലേക്ക് കയറാൻ പറ്റും. പക്ഷെ പുരുഷനാണെങ്കിൽ അത് തകർന്നു പോകും. പക്ഷെ ലേഡീസിന് കിട്ടേണ്ട സപ്പോർട്ട് കിട്ടത്തില്ല. ഞാൻ പറയാം, ലേഡീസ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടണം. കൂടെ ലേഡീസ് ഉണ്ടെങ്കിൽ എനിക്ക് അത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊരു ലേഡിക്കും വളരാൻ പറ്റും. ഇത് സാധാരണ യൂഷ്വലി ഒരു അച്ഛനായിരിക്കും കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ ബ്രദർ ആയിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കും. ആരെങ്കിലും നമ്മുടെ പിന്നാലെ നിൽക്കുമ്പോൾ കുറേയൊക്കെ ഒരു പരിധി വരെയൊക്കെ ലേഡീസിന് വളരാൻ പറ്റും. അപ്പൊ എന്തായാലും ഒരുപാട് ലേഡീസ് ഇതിലേക്ക് വരണം, ഡയറക്ഷൻ ഫീൽഡിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കുക. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഒരു വിജയമാണ്. ഇത്രയും നേരം നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളും, വരാനിരിക്കുന്ന ഫ്യൂച്ചർ ഫിലിമിനെ കുറിച്ചും റിലീസാകാൻ പോകുന്ന ഫിലിം ആലിയുടെ റിലീസിനെ കുറിച്ചും, പിന്നെ മേഡത്തിന്റെ ഫാമിലി മാറ്റർ എങ്ങനെ ഇവിടെ UAE വന്നു എന്നുള്ള കാര്യങ്ങളും എല്ലാം വിശദീകരിച്ച് പറഞ്ഞു തന്ന ഡയറക്ടറായ കൃഷ്ണപ്രിയദർശൻ മാഡത്തിനോടും WM മീഡിയയോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.